സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും നല്ലൊരു പാനിക്കിലാണ് ഇരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നിഫ്റ്റിനെ ഇന്നലെ ക്ലോസ് ചെയ്തേക്കുന്നത് 24,565 അതായത് 203 പോയിന്റ് താഴെ ആയിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇനി ഗ്ലോബൽ മാർക്കറ്റ്സിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വായിക്കാൻ ഇന്നത്തെ മെയിൻ അജണ്ട നമ്മുടെ 3 മാസത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്നതാണ്. അതിനാൽ തന്നെ അവസ്ഥ എന്താന്നുള്ളത് ഞാൻ സ്ക്രീൻഷോട്ട് ഇടാം. ആ സ്ക്രീൻഷോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ അവസ്ഥ എന്താന്നുള്ളത്. അതില് കൃത്യമായിട്ട് കാണാം എല്ലാ മാർക്കറ്റുകളും ഗംഭീര ഫോളിലാണ്. അതായത് 1% താഴെ ഫോള് ഒരു മാർക്കറ്റിലും ഇല്ല എന്ന് തന്നെ പറയാം. 1-2 ചെറിയ മാർക്കറ്റിലെ 1% താഴെ ഫോൾ ഉണ്ട്. ബാക്കി എല്ലാതും 1% മുകളിൽ അല്ലെങ്കിൽ 2% മുകളിലാണ് ഗംഭീര ഫോള് കണ്ടേക്കുന്നത്. അതായത് ഒരു ചോരപ്പുഴ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തിങ്കളാഴ്ച. നിങ്ങൾ പറഞ്ഞ പേടിപ്പിക്കുന്നതല്ല കേട്ടോ. കാരണം ആ ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ? ആ ഫോട്ടോയില് നിങ്ങൾ ഏറ്റവും ടോപ്പില് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി മാത്രം ചെറിയൊരു റിക്കവറി കാണിക്കുന്നുണ്ട്. പക്ഷെ ബാക്കി മെയിൻ ആയിട്ടുള്ള 9 ഇൻഡെക്സുകൾ എല്ലാ ഇൻഡെക്സുകളും തന്നെ റെഡിലാണ്, ഡീപ്പ് റെഡിലാണ് പറഞ്ഞു മാത്രം. ആ ഒരു യാഥാർത്ഥ്യം നിങ്ങളടുത്ത് പറഞ്ഞു മാത്രം. അതല്ലാതെ നിങ്ങൾ പാനിക് ആവാനോ നിങ്ങൾ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. ഒരിക്കലും അങ്ങനെ തെറ്റായിട്ട് ധരിക്കരുത്. ഓക്കെ, നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി പറയണല്ലോ, അതുകൊണ്ട് പറഞ്ഞു മാത്രം. ഓക്കെ, പക്ഷെ ഒറ്റയടിക്ക് തോന്നില്ല താഴെ പോകുന്നത്. കാരണം കുറച്ച് റിക്കവറി മുകളിലേക്ക് വന്നതിന് ശേഷം കുറച്ച് ദിവസം കൂടി കൺസോൾട്ടേറ്റ് ചെയ്തിട്ടായിരിക്കാം ചിലപ്പോൾ താഴോട്ട് പോകാനുള്ള സാധ്യത കാണിക്കുന്നത്. പക്ഷെ നമ്മുടെ ആഭ്യന്തര രക്ഷാവരി നല്ല രീതിയിൽ സപ്പോർട്ട് നടത്തുന്നുണ്ട്. ഈ ആഴ്ച നമുക്ക് മൊത്തമായിട്ട് ഈ ആഴ്ചത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ നമുക്ക് വിദേശ നിക്ഷേപകർ അത്രയാണോ സെല്ല് ചെയ്യുന്നത് അതിന്റെ ഈക്വലന്റ് ആയിട്ട് തന്നെ ബൈ നടത്താനായിട്ട് ആഭ്യന്തര നിക്ഷേപകർ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഈ ആഴ്ചത്തെ വിദേശ നിക്ഷേപകരുടെയും ആഭ്യന്തര നിക്ഷേപകരുടെയും ഡാറ്റ ഞാനിവിടെ മുകളിൽ സ്ക്രീൻ കാണിക്കാം. ഓക്കെ, കഴിഞ്ഞ വെള്ളിയാഴ്ച 25-ാം തീയതി വിദേശ നിക്ഷേപകരുടെ ഷോർട്ട് പൊസിഷൻ 86% ആയിരുന്നു അവരുടെ ഷോർട്ട് പൊസിഷൻ ഉണ്ടായിരുന്നത്. ഇപ്പോ ഇന്നലത്തെ ഡാറ്റ എനിക്ക് അവൈലബിൾ ആയിട്ടില്ല. വ്യാഴാഴ്ചത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ അത് 90% ഷോർട്ടാക്കിയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു 10% മാത്രമേ അവർ ബുള്ളിഷ് ഉള്ളൂ. ബാക്കി 90% അവര് ഷോർട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഡാറ്റ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. അതിനാൽ തന്നെ ചിലപ്പോ പെട്ടെന്ന് ഒരു ഷോർട്ട് കവറിങ് റാലി ഉണ്ടാവാനും സാധ്യതയുണ്ട്. കാരണം 90% ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സാധനം ജസ്റ്റ് ഒരു 5% കുറച്ച് ഷോർട്ട് പൊസിഷൻ കുറയ്ക്കുകയാണെങ്കിൽ വലിയൊരു റാലി തന്നെ മുകളിലേക്ക് അപ്സൈഡ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഗ്ലോബൽ മാർക്കറ്റിന്റെ അവസ്ഥ നോക്കുമ്പോൾ അങ്ങനെ മുകളിലേക്ക് റാലി കാണുന്നില്ല. താഴോട്ടോ അല്ലെങ്കിൽ കൺസോൾട്ടേഷനോ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. മേജർ സപ്പോർട്ട് പറയാനുള്ളത് നമ്മൾ 2-3 ആഴ്ച മുന്നോട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു 24,500 മേജർ സപ്പോർട്ട് ഉണ്ടെന്ന്. ഇതേപോലെ പോക്ക് താഴോട്ട് വരികയാണെങ്കിൽ 24,500 എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുന്നുള്ളത് കാത്തിരുന്നതിനെ കാണേണ്ടതാണ്. അപ്പൊ 24,500 സപ്പോർട്ട് പറയാം. അതിനകത്ത് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ 24,000-ലാണ് അടുത്ത സപ്പോർട്ട് കാണുന്നത്. അതിന്റെ ഇടയിൽ സപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അങ്ങനെ പറയത്തക്ക സപ്പോർട്ടൊന്നും കാണുന്നില്ല. 24,500 നിങ്ങൾ വാച്ച് ചെയ്ത് വെക്കുക. 24,500 ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ 24,000 വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. റെസിസ്റ്റൻസ് ആയിട്ട് സ്വാഭാവികമായിട്ടും 25,000 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, നമ്മൾ വീഡിയോ ആദ്യം വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് എൻ്റെ കഴിഞ്ഞ 3 മാസത്തെ മെയ്, ജൂൺ, ജൂലൈ മാസത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാം. ആ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് കാണാം. ഓപ്ഷൻ സെല്ലിങ് മാത്രമാണ് അതിൽ ചെയ്തിട്ടുള്ളത്. വേറെ ഓപ്ഷൻ ബൈയിങ്ങോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓപ്ഷൻസ് സെല്ലിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എത്ര ക്യാപിറ്റലാണ് ഉപയോഗിച്ചതെന്ന് അതിൽ കൃത്യമായിട്ട് പറയുന്നത്. നമുക്കത് കണ്ടിട്ട് വരാം. കഴിഞ്ഞ 3 മാസത്തെ മെയ്, ജൂൺ, ജൂലൈ മാസത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ട് വരാം. ഓക്കെ, അതിനായിട്ട് അപ്സ്റ്റോക്സിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ്. ഇതാണ് അപ്സ്റ്റോക്സിന്റെ അപ്സ്റ്റോക്സിന്റെ ചാർട്ടാണ്. ഇതിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് നോക്കാം. റിപ്പോർട്ട് നോക്കാനായിട്ട് റിപ്പോർട്ട് നോക്കാം. ഇതിൽ റിപ്പോർട്ട്സ് ക്ലിക്ക് ചെയ്യാം. റിപ്പോർട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്ലിക്ക് ചെയ്യാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഇക്വിറ്റി സെഗ്മെന്റ് ഇക്വിറ്റി മാറ്റിയിട്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ആക്കാം. ഡേറ്റ് നമുക്ക് ആദ്യം മെയ്യിൽ കൊടുക്കാം. മെയ് 1-ാം തീയതി മുതൽ മെയ് 31-ാം തീയതി വരെയുള്ള ദിവസം കൊടുക്കുന്നുണ്ട്. കൺഫേം കൊടുക്കുന്നുണ്ട്. ഗെറ്റ് റിപ്പോർട്ട്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വന്നിട്ട് കൃത്യമായിട്ട് കാണാം. ഇതാണ് മെയിൽ ഉണ്ടായ ട്രേഡ്. മെയിൽ ശരിക്ക് എല്ലാ ദിവസവും ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. ഒരു 2, 4, 6 ഇവിടെ ഒരു 2 ദിവസം
8, 10, 12, 13 ദിവസം ട്രേഡ് ചെയ്തിട്ടില്ല. വളരെ കുറച്ച് ദിവസം ട്രേഡ് ചെയ്തിട്ടുള്ള മെയിൽ. എന്നിട്ട് പോലും ഈ 9,913 രൂപ കിട്ടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, 9,913 രൂപ എന്ന് കൂട്ടാം. ഓൾമോസ്റ്റ് 10,000 തന്നെ കൂട്ടാം. 9,913 ആണല്ലോ, അപ്പോൾ ഒരു 10,000 നമുക്ക് കൂട്ടാം. ഓക്കെ, പിന്നെ ഇതിന് എത്ര ക്യാപിറ്റലാണ് ഉപയോഗിച്ചതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. നിങ്ങൾ അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഓക്കെ, ഇതിൽ നിങ്ങൾക്കറിയാലോ, നമുക്ക് ലാഭം മാത്രമല്ല വരെ നഷ്ടവും വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് റെഡിൽ കാണാം നഷ്ടം വരുന്ന ദിവസങ്ങൾ. അപ്പോൾ ഓവറോൾ 9,913 രൂപ, 10,000 രൂപയുടെ അടുത്ത് കിട്ടിയിരുന്നു മാത്രം. ഓക്കെ, അപ്പോൾ മെയ് മാസത്തെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത മാസം നോക്കാം. മെയ് കഴിഞ്ഞാൽ ജൂൺ മാസം നോക്കാം. ജൂൺ 1 മുതൽ ജൂൺ 30 വരെ സെലക്ട് ചെയ്യാം. എന്നിട്ട് കൺഫേം കൊടുക്കാം, ഗെറ്റ് റിപ്പോർട്ട്സ് കൊടുക്കാം. ജൂൺ മാസത്തിൽ നോക്കുകയാണെങ്കിൽ ജൂൺ മാസത്തിൽ 16,000 രൂപ കിട്ടിയതായിട്ട് കാണാം. 16,812 രൂപ കിട്ടിയതായിട്ട് കാണാം. ജൂൺ മാസം എല്ലാ ദിവസവും ട്രേഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 1 മുതൽ 29 വരെയുള്ളത് ശനിയാഴ്ച ആയിരിക്കണം, അല്ലെങ്കിൽ ഞായറാഴ്ച ആയിരിക്കും. ഇപ്പുറത്ത് ഈ 7 മുതൽ 28 വരെ കാണുന്നുണ്ട്. അത് ഒന്നില്ലെങ്കിൽ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച, അങ്ങനെ 2 ദിവസം. ബാക്കി 5 ദിവസം വെച്ചിട്ട് മാസം എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇതിലും ലോസ് വന്നിട്ടുണ്ട്. 3-6 ദിവസം ലോസ് വന്നിട്ടുണ്ട്. ഓവറോള് ഇതിൽ കിട്ടിയത് 16,812 രൂപ ഇതിൽ കിട്ടിയിട്ടുണ്ട്, ജൂൺ മാസത്തിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ജൂലൈ മാസത്തേക്ക് കടക്കാം. ഡേറ്റ് സെലക്ട് ചെയ്യാം. ജൂൺ കഴിഞ്ഞു. ഇനി ജൂലൈ 1 മുതൽ ജൂലൈ 31 വരെയുള്ള ഡേറ്റ് കൊടുക്കാം. കൺഫേം കൊടുക്കാം, ഗെറ്റ് റിപ്പോർട്ട്സ്. ജൂലൈ മാസം ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ട്രേഡ് ചെയ്തിട്ടുണ്ട്. ജൂലൈ മാസത്തിൽ കിട്ടിയത് 14,300. നിങ്ങൾക്ക് കാണുന്നു വിചാരിക്കുന്നു, മാർക്ക് എടുത്ത് വേണമെങ്കിൽ കാണിച്ചു തരാം. 14,351 രൂപ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിലും 1, 2, 3, 6, 7 ദിവസം ലോസ് വന്നിട്ടുണ്ട്. ഈ ഇടയിൽ കാണുന്ന ദിവസങ്ങളിൽ ശനി ഞായർ കേട്ടോ, അത് നിങ്ങൾ കണക്കൂട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് 7 ദിവസം ലോസ് വന്നിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല, ഒരു 14,351 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് ആദ്യത്തെ മാസം ഒരു 10,000 രൂപ എന്ന് പറഞ്ഞു, രണ്ടാമത്തെ മാസം 16,000 ചില്ലറ പറഞ്ഞു, മൂന്നാമത്തെ മാസം 14,351, ഇത്രയും പൈസ കിട്ടിയല്ലോ. ഇനി എത്ര രൂപയാണ് ക്യാപിറ്റൽ നിങ്ങൾ ഉപയോഗിച്ചത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ആ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ വീണ്ടും അപ്സ്റ്റോക്സിന്റെ പേജിലേക്ക് തന്നെ പോവാം. ഒരു മിനിറ്റ്, നമുക്ക് 3 മാസത്തെ സ്റ്റേറ്റ്മെന്റ് ഒറ്റയടിക്ക് എടുക്കാം. എത്ര പൈസ കിട്ടി? ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, ഡേറ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ മെയ് മുതൽ നോക്കാം. മെയ് 1-ാം തീയതി മുതൽ സെലക്ട് ചെയ്തു. മെയ് കഴിഞ്ഞാൽ ജൂൺ അല്ല, ജൂലൈ 31 വരെ 3 മാസം കൊടുത്തിട്ടുണ്ട്. കൺഫേം കൊടുക്കാം, ഗെറ്റ് റിപ്പോർട്ട്സ് കൊടുക്കാം. അപ്പം 3 മാസം കൂടിയിട്ട്, അതായത് മെയ് മാസം കാണാം, ജൂൺ, ജൂലൈ 3 മാസം കൂടിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം എത്ര രൂപ കിട്ടിയിട്ടുണ്ടെന്ന്. അതായത് കൃത്യമായിട്ട് കാണാം 41,078 രൂപ കിട്ടിയതായിട്ട് കൃത്യമായിട്ട് കാണാം. ഓക്കെ, ഇനി ഇതിന് കിട്ടാനായിട്ട് എത്ര രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചു എന്ന് ഞാൻ കാണിച്ചാൽ അതിനായിട്ട് ഫണ്ട്സ് സെലക്ട് ചെയ്യാം. ഫണ്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കൃത്യമായിട്ട് കാണാം. അതായത് നമ്മൾ ഉപയോഗിച്ച ക്യാപിറ്റൽ ഇവിടെ കൃത്യമായിട്ട് കാണാം. 2,32,642 രൂപ 35 പൈസയാണ് നമ്മുടെ. അത് പൈസ ശരിക്കും നമ്മുടെ മാർജിൻ ഇവിടെ കൃത്യമായിട്ട് കാണാം നമുക്ക്. അതായത് ഇതിൻ്റെ ഇതിൽ കുറയ്ക്കട്ടെ, ഇത് കൃത്യമായിട്ട് കാണാം. മാർജിൻ, ഇക്വിറ്റി ഫ്രം പ്ലഡ്ജ്, ഇക്വിറ്റി, ഡെലിവറി, ഇക്വിറ്റി, ഇൻട്രാഡേ FN എന്ന് പറഞ്ഞിട്ട്, അതായത് ഇത് പ്ലഡ്ജ് ചെയ്തിട്ടുള്ള കൊളാട്ടറൽ ഉപയോഗിച്ചിട്ടുള്ള മാർജിനാണ് 2.32. അതായത് നമ്മുടെ ക്യാഷ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ കാണുമ്പോൾ ചെറിയ വരുന്നുണ്ടാവില്ലേ, 210 രൂപ 11 പൈസ മാത്രമേ. നമ്മളൊരു 5,000 രൂപ അടുത്ത് വെക്കാറുണ്ട്. പക്ഷെ 2 ദിവസം ചെറിയൊരു ആവശ്യത്തിന് ആയിട്ട് നമ്മൾ ഇത്തിരി വിഡ്രോ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ക്യാഷ് ക്യാപിറ്റൽ ശരിക്കും പറഞ്ഞാൽ 0 എന്ന് തന്നെയാണെങ്കിൽ പറയാം. എന്നിട്ട് പോലും നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ സെല്ല് ചെയ്തിട്ട് ഇത് ഫണ്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓപ്ഷൻ സെല്ലിങ് മാത്രമാണ് ഈ 3 മാസമായിട്ട് ചെയ്തിട്ടുള്ളത്. മെയിൻലി ഫോക്കസ് നിഫ്റ്റി ഓപ്ഷൻസ് സെല്ലിംഗ് ആയിരിക്കും കൂടുതൽ. ബാങ്ക് നിഫ്റ്റി അപൂർവം ചെയ്യുള്ളൂ മാത്രം. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ വളരെ കുറഞ്ഞ പൈസ വെച്ചിട്ടാണ് ഈ 2.32 ശരിക്കും നമ്മൾ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള മാർജിൻ 2 ലക്ഷം രൂപ എടുത്താൽ വേണ്ട, അല്ലെങ്കിൽ 2,50,000, മാക്സിമം 2,10,000 അത്രേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് പ്ലഡ്ജ് ചെയ്തപ്പോൾ കിട്ടിയ കൊളാട്രൽ 2.32 ഉണ്ടെന്ന് മാത്രം. അതുണ്ട് അവിടെ കെടുക്കണമെന്ന് മാത്രം. നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ഉപയോഗിച്ച ക്യാപിറ്റൽ ഒരു 2,50,000 ആണെങ്കിൽ റൗണ്ട് ചെയ്തിട്ട് 2 ലക്ഷം എന്ന് കൂട്ടിയാൽ മതി. ആ ക്യാപിറ്റൽ വെച്ചിട്ടാണ് നമുക്ക് ഇപ്പോൾ എത്ര നമ്മൾ കണ്ട സ്ക്രീനിൽ 3 മാസം കൊണ്ട് ഒരു 41,000 രൂപയുടെ അടുത്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയത്. 3 മാസം കൊണ്ട് 41,000 രൂപ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നല്ലൊരു പ്രോഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം,
നല്ലൊരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഉപകാരമായിരുന്നു. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കസിൻസിന് റിലേറ്റീവ്സിനൊക്കെ ഫ്രണ്ട് സർക്കിൾസിലൊക്കെ ഓപ്ഷൻ സെല്ലിങ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ ഉപകാരം ഉണ്ടായിരുന്നു. കാരണം അവർക്ക് കാണാം. കാരണം നമ്മൾ യൂട്യൂബിൽ പല സ്റ്റോക്കുകളും പറയുമ്പോൾ പല ആളുകളും പറയും സ്റ്റോക്ക് നിങ്ങൾ പറഞ്ഞ സ്റ്റോക്ക് ചിലപ്പോൾ താഴെ പോയി കുറച്ച് താഴെ പോയില്ലോ എന്നൊക്കെ പറയും. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ സ്റ്റോക്കുകൾ എല്ലാ ആഴ്ചയും വീഡിയോ ചെയ്യുമ്പോൾ എല്ലാ സ്റ്റോക്കുകളും നമുക്ക് എടുക്കാൻ നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടാവില്ല. എടുത്ത സ്റ്റോക്കുകൾ താഴെ പോയി നമ്മളത് നെവർ മൈൻഡ് നമ്മൾ ശ്രദ്ധിക്കാറില്ല. കാരണം നമ്മൾ ആ സ്റ്റോക്ക് പ്ലഡ് ചെയ്ത പൈസ വെച്ചിട്ടാണ് നമ്മൾ ഓപ്ഷൻ സെയിൽ ചെയ്തിട്ട് പ്രോഫിറ്റ് എടുക്കുന്നത്. അപ്പോൾ ആ സ്റ്റോക്ക് ഇത്തിരി താഴെ പോയില്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വെറിയുടെ ആവാറില്ല. കാരണം നമ്മളതൊരു അസറ്റായിട്ട് പരിഗണിക്കുകയാണ്. അപ്പോൾ ഭാവിയിൽ അത് കയറി വരുന്ന സമയത്ത് കയറി വരട്ടെ, ആ സമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാം. ആ സമയം വരെ ഓപ്ഷൻ സെല് ചെയ്ത് പ്ലഡ് ചെയ്ത ക്യാപിറ്റൽ വെച്ചിട്ട് പൈസ എടുത്തുകൊണ്ടിരിക്കുക എന്ന് മാത്രം ചിന്തിക്കണം. ഓക്കെ, ഇതാണ് ചില ആളുകൾ വീഡിയോയുടെ ഇടയിൽ പറയാറുണ്ട് താഴെ പോയി എന്ത് വിറ്റൊഴിയുന്നു ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഓപ്ഷൻ സെല്ലിങ്ങിനെ കുറിച്ച് അറിയാത്ത കാരണമാണ് അവർ ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യം വരുന്നത്. എന്നെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിങ് ചെയ്യാൻ അറിയാവുന്ന ആളുകളെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റോക്ക് ആണെങ്കിൽ ആ നല്ല സ്റ്റോക്ക് താഴെ പോയി പാനിക് ആവേണ്ട ആവശ്യമില്ല. അത് പ്ലഡ് ചെയ്ത സ്റ്റോക്ക് ഇതിന് ഓപ്ഷൻ സെല്ല് ചെയ്യാലോ. പിന്നെ നല്ല രീതിയിൽ താഴെ പോവുകയാണെങ്കിൽ പിന്നീട് ഫണ്ട് വരുന്ന പക്ഷം അതിൽ ആയിക്കോട്ടെ ആ ഫണ്ട് ആഡ് ചെയ്തുകൊണ്ട് ആവറേജ് ചെയ്യുകയും ചെയ്യാം. ആ പൈസ കൊണ്ടും പ്ലഡ് ചെയ്തിട്ട് വീണ്ടും ഓപ്ഷൻ സെല്ല് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാലോ. ഓക്കെ, പക്ഷെ ഓപ്ഷൻ സെല്ല് ചെയ്യാൻ അറിയാവുന്ന ആളുകൾക്ക് മാത്രമാണ് വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓപ്ഷൻ സെല്ല് ചെയ്യാൻ അറിയാവുന്ന ആളുകൾക്ക് മാത്രമാണ് ഇത് ബാധകമുള്ളൂ. അതല്ലാതെ ഓപ്ഷൻ സെല്ല് ചെയ്യാൻ അറിയാത്ത ആളുകൾ പ്ലഡ് ചെയ്യാൻ പെട്ടെന്ന് പറ്റും. പ്ലഡ് ഒരു 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ഒരു 9 മണിയാകുമ്പോൾ പ്ലഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ക്യാഷ് ട്രേഡ് ചെയ്യാനുള്ള ക്യാപിറ്റൽ കിട്ടും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അതിന് ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ല് ചെയ്യാൻ അറിയാമില്ലെങ്കിൽ നമുക്ക് ക്യാഷ് ക്യാപിറ്റൽ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു 5000-10000 ബാലൻസ് വെക്കണം. ഇല്ലെങ്കിൽ എന്നിട്ട് പോലും ഓപ്ഷൻ സെല്ല് ചെയ്തിട്ട് ലോസ് വരികയാണെങ്കിൽ 0 എത്തുകയാണെങ്കിൽ അവർക്ക് വീണ്ടും നമ്മൾ പൈസ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാൻ അറിയാവുന്ന ആളുകൾ മാത്രമാണ് ഇങ്ങനെ സ്റ്റോക്ക് പ്ലഡ് ചെയ്തിട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാൻ തിരിക്കേണ്ടതുള്ളൂ. അതല്ലാതെ ഈ വീഡിയോ കണ്ട് ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ കൂടിയിട്ട് ആരും ഓടി കയറിയിട്ട് പോയിട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തിട്ട് ഹ്യൂജ് ലോസ് എടുക്കാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങൾക്ക് നല്ലൊരു മെൻറ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ട്രേഡ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിന് ഇറങ്ങിയാൽ മതി. ഞാൻ പ്രോഫിറ്റ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചത് ഇത് നമ്മളെപ്പോലെ സാധാരണക്കാർക്കും പറ്റും എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അതല്ലാതെ നിങ്ങൾ ഇത് കണ്ട് ചാടി കയറി പോയി എടുക്കരുത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഓപ്ഷൻ സെല്ലിങ്ങിനെ കുറിച്ചിട്ട് അറിവുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ 3 മാസത്തെ പ്രോഫിറ്റ് ലോസ് സ്റ്റേറ്റ്മെന്റ് കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ ക്യാപിറ്റൽ എത്രയാണെന്ന് അതിൽ കൃത്യമായിട്ട് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ളൊരു സഹായമായിട്ട് ഞാൻ ആ വാക്കിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. സഹായമായിട്ട് ഞാനൊരു വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് പോലെ സ്റ്റാർട്ട് ചെയ്യാം. പെയ്ഡ് ഗ്രൂപ്പാണ്. കാരണം വലിയൊരു പെയ്ഡ് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. വളരെ ചെറിയൊരു പെയ്ഡ് ഗ്രൂപ്പാണ് ഉദ്ദേശിക്കുന്നത്. അത് ഫ്രീ ആയിട്ട് കൊടുക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഗ്രൂപ്പിൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഞാൻ എടുക്കുന്ന ട്രേഡ്സ് അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ ഇട്ട് തരും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണോ അതിനനുസരിച്ച് അതിന്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എടുക്കാം. ഞാൻ എടുക്കുന്ന സെയിം ക്വാണ്ടിറ്റി എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം പല ആളുകളുടെയും ഫണ്ട് പല തരത്തിലായിരിക്കുമല്ലോ. അപ്പൊ ഞാൻ എടുക്കുന്ന സ്ക്രീൻഷോട്ട് അയച്ചു തരാം. ആ സ്ക്രീൻഷോട്ടിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് ഇട്ട് കൊടുക്കാനായിട്ട്. പക്ഷെ അതൊരു കുഴപ്പമുള്ളത്, പല ആളുകളും ഫ്രീ ആയിട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും ചാടി കയറി വരും. എന്നിട്ട് ഒരാഴ്ചത്തെ ഫ്രീ തരൂ, ഒരു മാസം ഫ്രീ തരൂ അങ്ങനെ പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ കുറെ അധികം ആളുകൾ ഉണ്ടാവും. നമുക്ക് പിന്നെ അവർക്ക് കുറെ ഡൗട്ട്സും ഉണ്ടാവും. അപ്പൊ നമുക്ക് ട്രേഡ് നിങ്ങൾക്ക് അറിയാലോ, ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോയ്സ് അത്ര സുഖമില്ല. കാരണം നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഓപ്ഷൻ സെല്ലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ ശ്രദ്ധിച്ചിരിക്കാതെ നമുക്ക് ട്രേഡ് എടുത്തിട്ട് നമ്മുടെ വഴിക്ക് പോകാൻ പറ്റില്ല. ആ സമയത്ത് കുറെ ആളുകൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത്ര കുഴപ്പമില്ല, നമുക്ക് സമയത്തിനനുസരിച്ച് റീപ്ലൈ കൊടുക്കാം. പക്ഷെ എമർജൻസി റീപ്ലൈ കിട്ടേണ്ട സാധനമാണെങ്കിൽ അതും ഒരു ബുദ്ധിമുട്ടാവും. അപ്പൊ ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണെങ്കിൽ അറിയാവുന്ന ആളുകൾ മാത്രം എന്നെ വാട്സപ്പിൽ ബന്ധപ്പെടുക. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറയാം. ഞാൻ ഇവിടെ ഫോൺ നമ്പർ അടിയിൽ കൊടുക്കാം. ഫോൺ നമ്പറിൽ വിളിച്ച് ആരും വിളിക്കരുത്. കാരണം എല്ലാവരും ഒരേ സമയത്ത് വിളിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. എനിക്കും നിങ്ങൾക്ക് ഒരേപോലെ ബുദ്ധിമുട്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വാട്സപ്പ് നമ്പറിൽ എല്ലാവരും വാട്സപ്പ് അയക്കണം. വാട്സപ്പ് അയച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെന്ന് പറയാം. അപ്പൊ ഞാൻ എന്റെ സമയത്തിനനുസരിച്ച് ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് ചെയ്യാൻ അറിയാവുന്ന ആളുകൾ മാത്രമേ എന്നെ ബന്ധപ്പെടേണ്ടതുള്ളൂ. അതല്ലാതെ ഓപ്ഷൻസ് ചെയ്യാൻ അറിയാത്ത ആളുകൾ വന്നിട്ട് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ സംഭവം ഓപ്ഷൻസ് പഠിക്കാനായിട്ട് കുറെ അധികം സമയം വേണം. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറിനോട് പഠിപ്പിക്കാൻ പറ്റുന്ന സാധനമല്ല.
പക്ഷെ ഞാൻ എടുക്കുന്ന ട്രേഡ് എടുക്കാനായിട്ട് വെറുതെ അത് മാത്രം എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തരാനായിട്ട് 5 മിനിറ്റ് ഉണ്ടായി പറഞ്ഞു തരാവുന്ന കേസുള്ളൂ. എങ്ങനെയാണ് എടുക്കുന്നത്, എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് പറഞ്ഞു തരാൻ സിമ്പിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. അപ്പോ എനിക്ക് മെയിൻലി താല്പര്യം ഓപ്ഷൻസ് ചെയ്യാൻ, സെല്ലിങ് ചെയ്യാൻ അറിയാവുന്ന ആളുകൾക്ക് വളരെ ഉപകാരമുണ്ട്. ചെറിയൊരു ഐഡിയ ഉണ്ട്, ഓപ്ഷൻ ചെയ്യാൻ അറിയാം, പക്ഷെ ഓപ്ഷൻ സെല്ലിങ് അത് ഹെഡ് ട്രേഡ് ചെയ്യാൻ അറിയില്ല എന്നുള്ള കുഴപ്പമില്ല. നിങ്ങൾ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പൊ ഞാൻ അതിന്റെ എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ. അപ്പോ ഫീസ് അത് കാരണം വെക്കുന്നത്, കാരണം എല്ലാവരും കുറെ അധികം ആളുകൾ വന്നിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഫീസ് വെക്കുന്നത്. ഫീസ് എന്ന് പറയുമ്പോൾ വളരെ വളരെ ചെറിയൊരു ഫീസാണ്. അപ്പൊ നമ്മള് അതായത് ഇതിനോട് താല്പര്യപ്പെട്ട് ഇത് വേണം, ഇതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം ഒരു ആഗ്രഹമുള്ള ആളുകളാണ് ഇതിലേക്ക് വരേണ്ടത്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ കുറെ അധികം ആളുകൾ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് അങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയിട്ട് നമ്മൾ അങ്ങനെ കോഴ്സ് വിൽക്കുക അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ നിങ്ങളെ സഹായിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് പ്രോഫിറ്റ് കിട്ടി, അപ്പൊ ആ പ്രോഫിറ്റ് കിട്ടുമ്പോൾ അതുപോലെ തന്നെ ഞാൻ എടുക്കുന്ന സെയിം ട്രേഡ്, ഞാൻ എന്ത് ലോജിക്കാണോ എടുക്കുന്നത് ആ സെയിം ട്രേഡ് തന്നെ നിങ്ങൾക്ക് തരികയാണെങ്കിൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടില്ലോ. എനിക്ക് ലോസ് ആണെങ്കിൽ നിങ്ങൾക്ക് ലോസ് വരും. എന്നാലും നമ്മുടെ 3 മാസത്തെ നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസുകൾ കണ്ടു കഴിഞ്ഞു. 3 മാസം എൻഡ് ചെയ്യുന്നത് പ്രോഫിറ്റ് തന്നെയാണ്. അപ്പോ എനിക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിക്കോട്ടെ എന്ന് ഉദ്ദേശം, നല്ല ഉദ്ദേശം മാത്രമല്ലോ. അതല്ലാതെ നിങ്ങളുടെ പൈസ വാങ്ങിച്ചിട്ട് അങ്ങനെ നിങ്ങൾ തെറ്റായിട്ട് ധരിക്കരുത്. അങ്ങനെ അങ്ങനെയുള്ള ആളുകൾ, തെറ്റിദ്ധാരണയുള്ള ആളുകൾ ദയവ് ചെയ്ത് നമ്മളെ വാട്സപ്പിൽ ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഇത് റിജക്ട് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാവുന്നതാണ്. അല്ലാത്ത കേസിൽ നിങ്ങൾക്ക് കുറെ കൊല്ലങ്ങളായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്, സ്വിംഗ് ട്രേഡ് ചെയ്യുന്നുണ്ട്, ഓപ്ഷൻസ് ചെയ്യുന്നുണ്ട്, ഇക്വിറ്റി ഇൻട്രാഡേ ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്താലും ചെയ്തിട്ടും മാസം അവസാനിക്കുമ്പോൾ പ്രോഫിറ്റിലാവുന്നില്ല. നിങ്ങൾക്ക് ഇത് എങ്ങനെയും പ്രോഫിറ്റിലാവണം എന്ന് ആഗ്രഹമുള്ള ആളുകളാണ് നമ്മളെ വാട്സപ്പിൽ ബന്ധപ്പെടേണ്ടത്. അപ്പോ ഞാൻ ചെയ്യുന്ന ട്രേഡ് എന്താണോ അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനാണ് വളരെ ചെറിയൊരു ഫീസ് വെക്കുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് ഞാൻ കാര്യം പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. അങ്ങനെ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിന്റെ നമ്പർ കൊടുക്കാം, അതിൽ ബന്ധപ്പെടാം. ആരും തന്നെ ഫോൺ വിളിക്കരുത്. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വിളിക്കുമ്പോൾ നമുക്ക് സംസാരിച്ച് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആപ്പ് അനുസരിച്ച് തിരിച്ച് അങ്ങോട്ട് വാട്സപ്പിൽ ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് പറയാവുന്നതാണ്. ഓക്കെ. അപ്പോ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻസോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യുന്ന ആളുകൾക്ക് ഈ ചാനലിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യണം, കമന്റ് രേഖപ്പെടുത്തുന്ന വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ നിങ്ങളുടെ കസിൻസും റിലേറ്റീവ്സിനൊക്കെ ഈ ചാനൽ അയച്ചു കൊടുക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ബൈ. ഓ